ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പലതും സെർച്ച് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിലുള്ള സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഇതുപോലെ ഗൂഗിളിൻ്റെ ഒരു വിഡ്ജറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഗൂഗിളിൻ്റെ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിൽ എത്തും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്താലും മതി. അത് ഓപ്പൺ ചെയ്താലും ഇവിടെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ എത്തും. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യേണ്ട, അപ്പം ചില കാര്യങ്ങൾ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ച് ചെയ്തിട്ടുള്ള കാര്യം മാത്രം ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, അതുപോലെ തന്നെ ഡിലീറ്റ് ഓൾ ടൈം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഫുള്ള് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഡിലീറ്റ് ടുഡേ എന്നുള്ളത് മാത്രം കൊടുക്കുകയാണ്. ഡിലീറ്റ് ടുഡേ എന്നുള്ളത് മാത്രം കൊടുത്താൽ ആ ഒരു ദിവസം മാത്രമുള്ളത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ചില പ്രത്യേക ഡേറ്റുകളിലുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കസ്റ്റം റേഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആഫ്റ്റർ ബിഫോർ എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾക്ക് 10-ാം തീയതിയും 15-ാം തീയതിയും ഇടയിലുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് 10-ാം തീയതിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് 15-ാം തീയതി സെലക്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോ ഡിലീറ്റ് ഓൺ ആക്കി വെക്കാവുന്നതാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പഴയ ഹിസ്റ്ററി ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എത്ര ടൈമാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3 മാസം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ആ ഒരു ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഞാനത് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.